എല്ലാവർക്കും നമസ്കാരം. PSC പഠിപ്പുരയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആർക്കും നൽകാവുന്നതും ആരിൽ നിന്ന് ലഭിക്കാവുന്നതുമായ ഏറ്റവും നല്ല സമ്മാനമാണ് ആലിംഗനം. ആലിംഗനത്തിലൂടെ ലോകശ്രദ്ധ ആർജിച്ച ഒരുപിടി പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. നിങ്ങളോടൊപ്പം ശ്രീധർ. PSC പഠിപ്പുര ഇന്ന് കിടക്കുന്നത് ഒരു പുതിയൊരു സബ്ജക്റ്റിലേക്കാണ്. ഏതാണ്? ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനം. ഏതാണ്? ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനം എന്നൊരു ഭാഗത്തേക്കാണ് PSC പഠിപ്പുര ഇന്ന് കിടക്കുന്നത്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങാം. നമ്മുടെ കഥ പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പറയാ? പണ്ട് എന്ന കഥ പറയും അല്ലേ? പണ്ട് രാജസ്ഥാനിലെ ജോധ്പൂർ എന്ന സ്ഥലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് തന്റെ കൊട്ടാരം പുതുക്കി പണിയാൻ വേണ്ടി മരങ്ങൾ ആവശ്യമാകുന്നു. ഇങ്ങനെ രാജാവിന്റെ കൽപ്പന പ്രകാരം അവിടെയുള്ള കൊട്ടാരത്തിലുള്ള ആളുകൾ, കൊട്ടാരത്തിലെ പടയാളികൾ അല്ലെങ്കിൽ തൊഴിലാളികൾ ഈ മരങ്ങൾ തേടി ഒരു യാത്ര ആരംഭിച്ചു. അങ്ങനെ അവരെത്തുന്നത് രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട്. വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്ന ഒരുപറ്റം ആളുകൾ താമസിച്ച ഒരു ഗ്രാമമാണ് ഇത്. ആ ഗ്രാമത്തിൽ ഇവരെത്തുന്നു. ഈ ഗ്രാമത്തിലെ ഈ നിവാസികൾ വിളിക്കുന്ന പേര് വിഷ്ണോയ് എന്നാണ് വിളിക്കുന്നത്. ഏതാണ്? വിഷ്ണോയ് എന്നാണ് വിളിക്കുന്നത്. ഈ വിഷ്ണോയ് നിവാസികൾ താമസിച്ചിരുന്ന ആ ഗ്രാമത്തിലേക്ക് ഇവരെത്തുകയും അവിടെയുള്ള മരങ്ങൾ വെട്ടിമുറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെയുള്ള മരങ്ങൾ വെട്ടിമുറിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്ത് അവിടെയുള്ള ഒരു ധീരവനിത എന്ന് പറഞ്ഞാൽ അസാമാന്യമായ ധീരതയുള്ള ഒരു വനിത എന്ത് ചെയ്യുന്നു? ഓടി വന്നിട്ട് അവിടെയുള്ള മരത്തെ ആലിംഗനം ചെയ്ത് നിൽക്കുന്നു. ഈ മരത്തെ ആലിംഗനം ചെയ്ത് നിന്നിട്ട് ആ വനിത പറഞ്ഞൊരു വാക്കുണ്ട്. ഈ മരം മുറിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ മുറിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഈ വനിത ഇതിനെ എതിർക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിലുള്ള ഒരുപാട് ആളുകൾ മരത്തെ ആലിംഗനം ചെയ്ത് നിൽക്കുന്നു, ചേർത്ത് പിടിച്ചു നിൽക്കുന്നു. ഈ ഒരു സമരം കണ്ട് ആ രാജഭടന്മാർ അമ്പരം നിൽക്കുന്നു. പക്ഷേ അവർ പിന്മാറിയില്ല. അവരവിടെയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റി. മരങ്ങൾ മുറിച്ചു മാറ്റിയത് മാത്രമല്ല, ആ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന സമയത്ത് 363 ആളുകളെ കൂടെ അവരെന്ത് ചെയ്തു? മുറിച്ചു മാറ്റുകയുണ്ടായിരുന്നു. സുപ്രശസ്തമായ ഈ സംഭവം ലോകമെങ്ങോടും അറിയുന്നു. തൊട്ടയൽ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഈ സമരത്തിൽ പങ്കാളികളാവുന്നു. അങ്ങനെ ഈ സമരം അതിശക്തി പ്രാപിച്ച സമയത്ത് ജോധ്പൂർ രാജാവിന് തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്മാറേണ്ടി വരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനമായി മാറിയ, ഒരു പരിസ്ഥിതി സംഘടനയായി മാറിയ ഒരു സംഘടന അവിടെ ആവിഷ്കരിക്കുന്നു. ആ സംഘടന പേര് ഏതാണ്? വിഷ്ണോയ് പ്രസ്ഥാനം എന്നാണ്. ഏതാണ്? വിഷ്ണോയ് പ്രസ്ഥാനം. ഈ വിഷ്ണോയ് പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്ന സമയം നമ്മൾ പറഞ്ഞു, അവിടെ ഒരു ധീരവനിതയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ആ ധീരവനിതയുടെ പേരെന്താണ്? അമൃതാദേവി. അമൃതാദേവി എന്ന ധീരവനിതയാണ് ഈ വിഷ്ണോയ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത്. കാരണം ഈ സൈന്യാധിപന്മാർ അല്ലെങ്കിൽ ആ തൊഴിലാളികൾ ആ മരം മുറിക്കാൻ നിന്ന സമയത്ത് ആ ധീരവനിത പറഞ്ഞ വാക്കിതാണ്: എന്നെ വെട്ടി മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ മരം മുറിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ ധീരവനിത. ആ ധീരവനിതയാണ് ആര്? അമൃതാദേവി. ഓക്കെ, അപ്പൊ നമുക്ക് അടക്കാം. ഏതാണ്? വിഷ്ണോയ് പ്രസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനമാണ് ഇത്, വിഷ്ണോയ് പ്രസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനമാണ് ഇത്, വിഷ്ണോയ് പ്രസ്ഥാനം. രാജസ്ഥാനിലെ ഗജർലി ജില്ലയിലാണ് ഇത് ആരംഭിച്ചത്. ഏതാണ്? രാജസ്ഥാനിലെ ഗജർലി ജില്ലയിലാണ് ഇത് ആരംഭിക്കുന്നത്. 1730 ഇത് ആരംഭിക്കുന്നത്. 1730 ഈ രാജസ്ഥാനിലെ ജോധ്പൂർ രാജാവ് എന്ത് ചെയ്യുന്നത്? കൊട്ടാരം പുതുക്കിപ്പണിയണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ മരങ്ങൾ വെട്ടിമുറിക്കാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ 1730 രാജസ്ഥാനിലെ ഗജർലി ജില്ലയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏത്? വിഷ്ണോയ് പ്രസ്ഥാനം, അല്ലെങ്കിൽ വിഷ്ണോയ് എന്നാണ് ഇത് ആദ്യകാലത്ത് അറിയപ്പെടുന്നത്. വിഷ്ണോയ് എന്നറിയപ്പെടുന്ന ഈ പ്രസ്ഥാനമാണ് പിന്നീട് ഏത് പേര് അറിയപ്പെടാൻ തുടങ്ങിയത്? വിഷ്ണോയ് പ്രസ്ഥാനം എന്ന പേര് അറിയപ്പെടാൻ തുടങ്ങിയത്. നേതൃത്വം നൽകിയത് ആരാണ്? അമൃതാദേവിയാണ് നേതൃത്വം നൽകിയത്. അമൃതാദേവി നേതൃത്വം നൽകിയെന്ന് പറയുന്ന സമയത്ത് 363 പേർ ജീവത്യാഗം ചെയ്ത സമരമാണ് ഇത്, വിഷ്ണോയ് പ്രസ്ഥാനം. ഓക്കെ, വിഷ്ണോയ് സമരം എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ അമൃതാദേവിയെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. വിഷ്ണോയ് പ്രസ്ഥാനം രൂപീകരിച്ച ആരല്ല? അമൃതാദേവിയല്ല. വിഷ്ണോയ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഒരു സന്യാസിയുണ്ട്. ആ സന്യാസിയുടെ പേരെന്താണ്? സോബാജി എന്ന സന്യാസി. ഇതാണ് സോബാജി എന്ന സന്യാസിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ കാര്യത്തിലേക്ക് കടക്കാം. ഏതാണ്? വിഷ്ണോയ് പ്രസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനമാണ് ഇത്, വിഷ്ണോയ് പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്.
രാജസ്ഥാനിലെ ഗജർലി ജില്ലയിലാണ് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. പറഞ്ഞു 1730 എന്ത് ആരംഭിക്കുന്നത്, ബിഷ്ണോയ് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. നേതൃത്വം നൽകിയത് ആരാണ്? അമൃത ദേവിയാണ്. അമൃതാദേവിയുടെ ഒരു സ്പെഷ്യൽ വാക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നെ വെട്ടി മാറ്റിയാൽ മാത്രമേ ഈ മരങ്ങൾ നിങ്ങൾക്ക് മുറിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാണ്? അമൃതാദേവിയാണ്. നെക്സ്റ്റ് നമ്മൾ അടുത്ത പോയിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് 363 പേർ ജീവത്യാഗം ചെയ്ത സംഭവമാണ് ഇത്, അല്ലെങ്കിൽ സമരമാണ് ഇത്, ബിഷ്ണോയ് പ്രസ്ഥാനത്തിന് വേണ്ടിയ സമരം. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന ഏതാണ്? ബിഷ്ണോയ് പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ സന്യാസി ആരാണ്? സോഭാജി എന്ന സന്യാസിയാണ്. ഓക്കെ, അപ്പൊ ഇത്തരം പ്രത്യേകത മാത്രമേ നമുക്ക് ഇവിടെ പറയാനുള്ളൂ. ഒരു വളരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, വലിയൊരു ടോപ്പിക് ആണെങ്കിലും ചെറിയ ചെറിയ പോയിന്റുകൾ മാത്രം പറയാനേ ഉള്ളൂ. ഇവിടെ പലപ്പോഴും PSC ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബിഷ്ണോയ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? അമൃതാദേവിയാണ്. മറന്നുപോകരുത്, ബിഷ്ണോയ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ആരെന്ന് PSC ചോദിച്ചു. ഉത്തരമാരാണ്? അമൃതാദേവിയാണ്. പിന്നെ PSC ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇന്ത്യയിൽ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? ബിഷ്ണോയ് പ്രസ്ഥാനമാണ്. പിന്നെ PSC ചോദിച്ച അടുത്ത ചോദ്യം ഇതാണ്, ബിഷ്ണോയ് പ്രസ്ഥാനം രൂപീകരിച്ച വർഷം ഏതാണ്? 1730. ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ PSC യോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടിയാണ് നമുക്കെണ്ണം. ഇതാണ് ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനം PSC ചോദിച്ചു, ഏതാണ്? ബിഷ്ണോയ് പ്രസ്ഥാനമാണ്. 2, ബിഷ്ണോയ് പ്രസ്ഥാനം രൂപീകരിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചു, 1730. 3 ചോദിച്ചു, ബിഷ്ണോയ് പ്രസ്ഥാനം നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അമൃതാദേവിയാണ്. അപ്പോൾ ഇവിടെ അമൃതാദേവി ബിഷ്ണോയ് എന്നാണ് യഥാർത്ഥ പേര്. അപ്പൊ അമൃതാദേവി ബിഷ്ണോയ് എന്ന് നിങ്ങൾ ഒരിക്കലും കാണില്ല. അവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമൃതാദേവി രൂപീകരിച്ച സംഘടന താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്ന് ചോദിച്ചു. അമൃതാദേവി രൂപീകരിച്ച സംഘടന താഴെ കൊടുത്തിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബിഷ്ണോയ് പ്രസ്ഥാനമാണ്. അപ്പൊ അവിടെ അമൃതാദേവി ബിഷ്ണോയ് എന്ന് കാണില്ല. നിങ്ങൾ അവിടെ കാണുന്ന പേരെന്തായിരിക്കും? അമൃതാദേവി എന്നായിരിക്കും. റെഡിയല്ലേ? ഈ മേഖല സെറ്റല്ലേ? ഉറപ്പല്ലേ? മാറ്റമൊന്നുമില്ലല്ലോ. എന്നാൽ നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് കടക്കുന്ന സമയത്ത് അതിഗംഭീരമായി കേരള PSC ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ചോദ്യം മറ്റൊന്നുമല്ല, ശ്രദ്ധിച്ചോളൂ, ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം. ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം. കേട്ടില്ലേ? വെരി 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 ഇമ്പോർട്ടൻറ്റ്. ചിപ്കോ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ചേർന്ന് നിൽക്കുക, ആലിംഗനം ചെയ്യുക. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, ആർക്കും നൽകാവുന്നതും ആരിൽ നിന്ന് സ്വീകരിക്കുന്നതുമായ ഏറ്റവും നല്ല സമ്മാനമാണ് ആലിംഗനം. ഇവിടെ ആലിംഗനത്തിലൂടെ നേടിയത് ഒരു പ്രകൃതി സംരക്ഷണമാണ്. അപ്പൊ നമുക്ക് ചിപ്കോ പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്ന ശ്രദ്ധിച്ചാൽ മതി. 1970-കളിൽ വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിന് കോൺട്രാക്ട് നൽകിയ ഉത്തർപ്രദേശ് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ കർഷകരും ഗ്രാമീണരും ചേർന്ന് നടത്തിയ സമരമാണ് ഇത്. അക്രമരഹിതമായ സമരമാണ് ഇത് ചിപ്കോ പ്രസ്ഥാനത്തിലൂടെ അവർ നേടിയെടുക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം, 1970-കളിൽ വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിന് കോൺട്രാക്ട് നൽകിയ ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ കർഷകരും ഗ്രാമീണരും ചേർന്ന് നടത്തിയ സമരമാണ് ഇത്. അക്രമരഹിതമായ സമരമാണ് ഇത് ചിപ്കോ പ്രസ്ഥാനം നേതൃത്വം നൽകിയത്. ഇവിടെ പറഞ്ഞു, കർഷകര് അവരുടെ കൃഷിക്ക് ആവശ്യമായ അല്ലെങ്കിൽ കാർഷിക ഉപകരണം നിർമ്മിക്കാൻ വേണ്ടി മരങ്ങൾ വെട്ടുന്നുള്ള അനുവാദം ഗവൺമെന്റിൽ നിന്ന് നേടുകയാണ്. പക്ഷേ ഗവൺമെന്റ് ഇത് നിരാകരിക്കുകയാണ്. പക്ഷെ ഇതേ സമയത്ത് തന്നെ എന്താണ്, ഈ ഒരു സ്പോർട്സ് കമ്പനി സ്പോർട്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഈ മരങ്ങൾ മുറിക്കാൻ വേണ്ടി ഗവൺമെന്റ് സമീപിക്കുന്നു. ഗവൺമെന്റിന് അനുമതി നൽകുകയും ഈ സ്പോർട്സ് കമ്പനി എന്താണ്, മരങ്ങൾ മുറിക്കാൻ അനുവാദം ചോദിക്കുന്നു. അതിന് അനുമതി ആര് നൽകുന്നു? ഗവൺമെന്റ് നൽകുന്നു. ഇതിനെതിരെയുള്ള ഒരു എതിർപ്പായിട്ടാണ് ഈ സംഘടന നിലവിൽ വന്നത്. റെഡിയല്ലേ? അപ്പൊ നമുക്ക് വിശദമായിട്ട് നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഏതാണ്? 1970-കളിൽ വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിന് കോൺട്രാക്ട് നൽകിയ ഉത്തർപ്രദേശ് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ കർഷകരും ഗ്രാമീണരും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിതമായ സമരം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതാണ്? കർഷകർ കൃഷിക്കാവശ്യമുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മരങ്ങൾ വെട്ടാനുള്ള അനുവാദം ഗവൺമെന്റിനോട് ചോദിക്കുന്നു. കർഷകരുടെ ആവശ്യം നിരസിച്ച ഗവൺമെന്റ് ഉത്തരവിറക്കുന്നു. നിരസിച്ചുകൊണ്ട് ഉത്തരവിറക്കാണ്. അതേസമയം എന്ത് ചെയ്യുന്നു? ഒരു സ്പോർട്സ് കമ്പനി സ്പോർട്സ് ഉപകരണം നിർമ്മിക്കാനുള്ള മരം മുറിക്കാൻ അനുവാദം ചോദിക്കുന്നു. സർക്കാർ അതിന് അനുവാദം നൽകുന്നു. ഇതിനെതിരെയുള്ള ഒരു എതിർപ്പായാണ് ഈ സംഘടന നിലവിൽ വന്നത്. റെഡിയല്ലേ? അതായത് കർഷകരുടെ ആവശ്യം നിരാകരിക്കുന്നു. ഈ കർഷകരുടെ ആവശ്യം നിരാകരിച്ചിട്ട് പകരം എന്ത് ചെയ്യാതെ ഒരു സ്പോർട്സ് കമ്പനിക്ക് എന്ത് ചെയ്യാണ്? ഇതിന് അനുമതി കൊടുക്കുകയാണ്. ഇവിടെ വേറെ പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ സ്പോർട്സ് കമ്പനി അനുമതി കൊടുക്കുന്ന സമയത്ത് ഈ സ്പോർട്സ് കമ്പനി മരങ്ങൾ വെട്ടാൻ വന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അവിടെയുള്ള സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്നു. സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയിട്ട് മരത്തിന് ചുറ്റും കൈകോർത്ത് നിൽക്കുന്നു. കൈകോർത്ത് നിന്ന് മരങ്ങൾ വെട്ടുന്നതിൽ നിന്നും തടയുന്നു. പിന്നെ ശ്രദ്ധിച്ചാൽ മതി, അവരവിടെ ഒരു ആപ്തവാക്യം ഉയർത്തുന്നുണ്ട്. ഒരു കാര്യം അവർ പറയുന്നുണ്ട്, ഇതാണ്: ഭൂമിയും വനങ്ങളും വെള്ളവും ആ പ്രദേശത്തുകാരുടേതാണ്. ഭൂമിയും വനങ്ങളും വെള്ളവും ആ പ്രദേശത്തുകാരുടേതാണ്.
അത് അവർക്ക് വിട്ടു നൽകണം, അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണം അവരെ ഏൽപ്പിക്കണം എന്ന ആശയം മുൻനിർത്തിയാണ് ഈ സമരം അരങ്ങേറുന്നത്. ശ്രദ്ധിക്കണം, ഇവിടെ മരങ്ങൾ മുറിക്കാൻ ഈ സ്പോർട്സ് കമ്പനി വന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയും മരത്തിന് ചുറ്റും കൈ കോർത്തുകൊണ്ട് എന്ത് ചെയ്യണം? അവർ നിൽക്കുകയും ചെയ്യുന്നു. അവരവിടെ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാണ്: ഭൂമിയും വനങ്ങളും വെള്ളവും ആ പ്രദേശത്തുകാരുടേതാണ്, അത് അവർക്ക് വിട്ടു നൽകണം, അല്ലെങ്കിൽ അതിനെ സംരക്ഷണം അവരെ ഏൽപ്പിക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഈ ആശയത്തിലൂന്നൽ നൽകിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സമരം നടക്കുന്നത്. ഇതൊരു ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഇനി നമുക്ക് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ പോയിന്റുകളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, ഏതാണ്? സ്ത്രീകൾ മുന്നിട്ടിറങ്ങി മരത്തിന് ചുറ്റും കൈകോർത്ത് മരങ്ങൾ വെട്ടുന്നതിനെ തടഞ്ഞതാണ് ഈ സംഭവം ഉണ്ടായത്. പിന്നെ പറഞ്ഞതാണ്, ഭൂമിയും വനങ്ങളും വെള്ളവും ആ പ്രദേശത്തുകാരുടേതാണ്, അവർ വിട്ടു നൽകണം, അത് അവർക്ക് വിട്ടു നൽകണം, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ സംരക്ഷണം അവരെ ഏൽപ്പിക്കണം എന്ന ആശയം മുൻനിർത്തിയാണ് ഈ സമരം ശക്തമാവുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഏതാണ്? കർഷകര് കാർഷിക ആവശ്യത്തിന് മരങ്ങൾ വെട്ടാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റിനോട് ചോദിക്കുന്നത്. ഇതൊക്കെ ഊന്നി പറയുന്നത് എന്തുകൊണ്ടാണ് അറിയോ? സ്റ്റേറ്റ്മെന്റിലൊക്കെ കയറി അങ്ങ് വരും. അപ്പോൾ കർഷകർ അവിടെ കാർഷിക ആവശ്യത്തിന് മരങ്ങൾ വെട്ടാൻ വേണ്ടി പറയുന്നു, അത് ഗവൺമെന്റ് ഉത്തരവ് കൊടുക്കുന്നില്ല, നിരാകരിക്കുന്നു. പകരം ആർക്ക് കൊടുക്കുന്നു? ഒരു സ്പോർട്സ് കമ്പനിക്ക് മരങ്ങൾ വെട്ടാൻ അനുമതി കൊടുക്കുന്നു. അപ്പൊ ഈ സ്പോർട്സ് കമ്പനി മരം വെട്ടാൻ വന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സ്ത്രീകൾ മരത്തിന് ചുറ്റും കൈകോർത്ത് പിടിക്കുന്നു, കൈകോർത്ത് അതിനെ തടയുന്നു. കേട്ടില്ലേ? അപ്പൊ അവരവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ്? ഭൂമിയും വനങ്ങളും വെള്ളവും ആ പ്രദേശത്തുകാരുടേതാണ്, അത് അവർക്ക് വിട്ടു നൽകണം, അല്ലെങ്കിൽ അതിന്റെ സംരക്ഷണ ചുമതല അവർക്ക് നൽകണം എന്ന് പറഞ്ഞിരിക്കുന്ന സമരമാണ് ഇത്, ഈ ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത്. റെഡിയല്ലേ? ഇനി നമുക്ക് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മറ്റു പോയിന്റുകളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അടുത്ത ഭാഗത്തേക്ക് കടക്കുന്ന സമയത്ത് ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തെ കുറിച്ച് നമുക്ക് പറയാം. ഇമ്പോർട്ടൻ്റ് ആയ ആവശ്യമുള്ള പോയിന്റുകൾ മാത്രമേ പറയാൻ ശ്രദ്ധിച്ചോളൂ. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഇത്, ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഏതാണ്? ചിപ്കോ പ്രസ്ഥാനമാണ്. ശ്രദ്ധിച്ചാൽ മതി. വനങ്ങളെയും വൃക്ഷങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് രൂപീകരിക്കുന്നത്? ചിപ്കോ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ചിപ്കോ പ്രസ്ഥാനം രൂപീകരിച്ചത് എവിടെയാണ്? ചിപ്കോ പ്രസ്ഥാനം രൂപീകരിച്ച് എവിടെയാണെന്ന് വെച്ചൊരു ഉത്തരമേള ഏതാണ്? ഉത്തർപ്രദേശ്. എവിടെയാണ്? ഉത്തർപ്രദേശ്. ചില പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ഉത്തരാഖണ്ഡ് എന്നൊക്കെ കാണും. ഉത്തരാഖണ്ഡ് എന്ന് ദേവയെ നിങ്ങൾ പഠിക്കരുത്. ചിപ്കോ പ്രസ്ഥാനം രൂപീകരിച്ച് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ചമോലി എന്നറിയപ്പെടുന്ന ജില്ലയിലാണ് ഇത് രൂപീകരിക്കുന്നത്, ചിപ്കോ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. എന്നാൽ ഈ ചമോലി ജില്ല ഇപ്പൊ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ചമോലി ജില്ല ഇപ്പൊ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ ചമോലി ജില്ല എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ചമോലി ജില്ലയിലാണ് രൂപീകരിക്കുന്നത് ചിപ്കോ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. മറന്നു പോകരുത്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണെങ്കിൽ ഉത്തർപ്രദേശിലെ ചമോലി എന്ന ജില്ലയിലാണ് ചിപ്കോ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ചമോലി ജില്ലയിലാണെങ്കിൽ ഈ ചമോലി ജില്ല ഇന്ന് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അടുത്ത ഭാഗത്ത് നമ്മൾ കിടക്കാം. ഇത് രൂപീകൃതമാവുന്നത് 1973 മാർച്ച് മാസം 26-ാം തീയതിയാണ്. 1973 മാർച്ച് മാസം 26-ാം തീയതി ഉത്തർപ്രദേശിലെ ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് നമ്മുടെ ചിപ്കോ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ഓക്കെ, കൂടുതലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ചിപ്കോ പ്രസ്ഥാനം രൂപീകരിച്ചതാര് എന്നൊരു ചോദ്യമുണ്ട്. ചിപ്കോ പ്രസ്ഥാനം രൂപീകരിച്ചതാര് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അതിന് ഉത്തരം കുട്ടികളുടെ നാവിൻ തുമ്പത്ത് ഇപ്പോൾ ഉണ്ടാവും. നിങ്ങൾ പറയുന്ന ഉത്തരം ഏതാണ്? സുന്ദർലാൽ ബഹുഗുണ എന്നാണ്. പക്ഷേ സുന്ദർലാൽ ബഹുഗുണ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ അവിടെ മറ്റൊരു പേര് കൂടെ പരാമർശിക്കും. ഏതാണ്? ചണ്ഡിപ്രസാദ് ഭട്ട്. ആരാണ്? ചണ്ഡിപ്രസാദ് ഭട്ട്. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്, അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കൊടുക്കാം ചിപ്കോ പ്രസ്ഥാനത്തിന് രൂപീകരണ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ചണ്ഡിപ്രസാദ് ഭട്ട് എന്ന് കൊടുത്താൽ അത് ശരിയായ ഉത്തരമാണ്. ചിപ്കോ പ്രസ്ഥാനം രൂപീകരിക്കുന്നത് 2 പേർ ചേർന്നാണ്. 2 പേർ ചേർന്ന് ആണ് ആ ചിപ്കോ പ്രസ്ഥാനം രൂപീകരിച്ചതെങ്കിൽ ആ 2 പേര് ഒരിക്കൽ കൂടെ നമ്മൾ കേട്ടോളൂ. സുന്ദർലാൽ ബഹുഗുണയും ചണ്ഡിപ്രസാദ് ഭട്ടുമാണ് ചിപ്കോ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. 1973 മാർച്ച് മാസം 26-ാം തീയതി ഉത്തർപ്രദേശിലെ ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് ചിപ്കോ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. അല്ലെ, മരത്തെ ചേർന്ന് നിർത്തുക അല്ലെങ്കിൽ മരത്തെ ആലിംഗനം ചെയ്ത് നിർത്തുക എന്നതാണ് ചിപ്കോ എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. 1987 റൈറ്റ് ലവ്ലി പുരസ്കാരം ലഭിക്കേണ്ടതിന് ചിപ്കോ പ്രസ്ഥാനത്തിന്. റൈറ്റ് ലവ്ലി പുരസ്കാരത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, സമാന്തര നോബൽ എന്നറിയപ്പെടുന്ന ഒരു അവാർഡാണ് ഇത് റൈറ്റ് ലവ്ലി പുരസ്കാരം എന്നറിയപ്പെടുന്നത്.
ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്നതായിരുന്നു ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. 1987 റൈറ്റ് ലവ്ലി പുരസ്കാരം ലഭിക്കേണ്ടതിന് ചിപ്കോ പ്രസ്ഥാനത്തിന്. റൈറ്റ് ലവ്ലി പുരസ്കാരത്തിൽ നമുക്ക് പറയാനുണ്ട് ഏതാണ്? സമാന്തര നോബൽ എന്നറിയപ്പെടുന്ന ഒരു പുരസ്കാരമാണ് ഇത്, റൈറ്റ് ലവ്ലി പുരസ്കാരം. അത് നമുക്ക് പറയാനുണ്ട്. എന്നാൽ ചിപ്കോ പ്രസ്ഥാനം ഉയർത്തിയ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്ന ആപ്തവാക്യം എഴുതുന്നതാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെതാണ്. ആവാസ വ്യവസ്ഥയാണ് സ്ഥിരസമ്പത്ത് എന്നത് ചിപ്കോ പ്രസ്ഥാനത്തിന് മുദ്രാവാക്യമാണെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മൾ സുന്ദർലാൽ ബഹുഗുണയെ കുറിച്ച് പറയുന്ന സമയത്ത് 2009 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ആര്? സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിന് കൂടുതൽ കാര്യങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് സശ്രദ്ധം വീക്ഷിക്കാം. ചിപ്കോ പ്രസ്ഥാനം ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവി എന്നറിയപ്പെടുന്നതാണ് ഇത് ചിപ്കോ പ്രസ്ഥാനം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പറയുന്ന ഏതാണ്? വനങ്ങളെയും വൃക്ഷങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്താണ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഞാനിവിടെ കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിട്ടാണ്. ഉത്തർപ്രദേശിലെ ചമോലി ജില്ലയിൽ ഇവിടെ ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ന് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് രൂപം കൊണ്ട സംഘടന. അതായത് ഉത്തർപ്രദേശ് രൂപം കൊണ്ട സംഘടനയാണ് ഇത് ചിപ്കോ പ്രസ്ഥാനം. അപ്പോൾ ഇന്ന് ആ ചിപ്കോ പ്രസ്ഥാനം രൂപം കൊണ്ട ചമോലി ജില്ല എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ശ്രദ്ധിച്ചാൽ മതി. രൂപീകൃതമായത് 1973 മാർച്ച് മാസം 26 എവിടെയാണ്? ചമോലി ജില്ലയിലാണ് ഇത് രൂപീകരിക്കുന്നത്. ഈ ചിപ്കോ പ്രസ്ഥാനം രൂപീകരിക്കുന്നത് എവിടെയാണ്? മറന്നു പോകേണ്ട ഏതാണ്? ചമോലി ജില്ലയിലാണ് ഇത് രൂപീകരിക്കുന്നത്, ചിപ്കോ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. അപ്പോൾ ചമോലിയെ കുറിച്ച് നമ്മൾ പറയുന്നത് ചമോലി ജില്ലയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ചമോലി ജില്ലയിൽ ഒരു തടാകമുണ്ട്. ഏതാണ്? രൂപകുണ്ട് തടാകം എന്നറിയപ്പെടുന്നത്. ഈ രൂപകുണ്ട് തടാകത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 300ഓളം അസ്ഥിക്കൂടങ്ങൾ ലഭിച്ചിരിക്കുന്ന തടാകമാണ് ഇത് രൂപകുണ്ട് തടാകം. ഓക്കെ, ഈ രൂപകുണ്ട് തടാകത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഏതാണ്? സ്കെൽട്ടൺ ലേക്ക് എന്നറിയപ്പെടുന്ന തടാകമാണ് ഇത് രൂപകുണ്ട് തടാകം. അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചമോലി എന്നറിയപ്പെടുന്ന ജില്ലയിലാണ് രൂപകുണ്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ചേർത്ത് പഠിച്ചു വെക്കണം. കാരണം നമ്മുടെ പഠനത്തിലെ ഡെപ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കും. അപ്പോൾ ഉത്തർപ്രദേശിലെ ചമോലി ജില്ലയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇനി ചിപ്കോ പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ രൂപകുണ്ട് തടാകം കൂടി ഓർത്ത് വെക്കണം. ഏകദേശം 300 ആളുകളുടെ അസ്ഥിക്കൂടം കിട്ടിയിരിക്കുന്ന തടാകമാണ് ഇത് രൂപകുണ്ട് തടാകം. സ്കെൽട്ടൺ ലേക്ക് എന്നറിയപ്പെടുന്ന തടാകമാണ് ഇത് രൂപകുണ്ട് തടാകം. മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു, തിരികെ നമുക്ക് ചിപ്കോ പ്രസ്ഥാനത്തിൽ കടന്നു വരാം. ഉത്തർപ്രദേശിലെ ചമോലി ജില്ലയിൽ, ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് രൂപീകരിച്ചത് 1973 മാർച്ച് മാസം 26 അല്ലെ. നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് പഴയ ഉത്തർപ്രദേശിന്റെ ഭാഗം നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. പറയുന്നു രൂപീകരിച്ച ആരാണ്? സുന്ദർലാൽ ബഹുഗുണയും ചണ്ഡിപ്രസാദ് ഭട്ടുമാണ്. മറക്കരുത്, രണ്ടാളുടെ പേരും പഠിച്ചേക്കണം. സുന്ദർലാൽ ബഹുഗുണയും ചണ്ഡിപ്രസാദ് ഭട്ടുമാണ് ഇത് രൂപീകരിക്കുന്നത്. പറയുന്നു മരത്തെ ചേർത്ത് നിർത്തുക എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്ന സമയത്ത് 1957 റൈറ്റ് ലവ്ലി പുരസ്കാരം ലഭിച്ചു എന്ന് പറയുന്നു. കേട്ടില്ലേ? പിന്നെ നമ്മൾ പറയുന്നതാണ് ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്നതാണ് ഇതിനെ ആപ്തവാക്യം എന്ന് പറയുന്ന സമയത്ത് 2009 പത്മഭൂഷൺ അവാർഡ്, പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. ഇത്രയും പോയിന്റുകൾ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഏതാണ്? ഇതിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റിനെ കുറിച്ച് മാഷ് അടുത്ത ഭാഗത്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇതായിരുന്നു. ഏതാണ്? ഉത്തർപ്രദേശിൽ ആരംഭിച്ച ഹിമാലയൻ പ്രദേശങ്ങളിലേക്ക് ഉത്തർപ്രദേശിൽ ആരംഭിക്കുകയും ഹിമാലയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്ത ഇന്ത്യയിലെ വനസംരക്ഷണ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം വന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ PSC തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 1973 കർഷകരും ഗ്രാമീണരും ചേർന്ന് രൂപീകരിച്ച സംഘടന ഏതെന്ന് ചോദിച്ചത് ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. ചിപ്കോ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാന്ന് വെച്ചിട്ടുണ്ട്. ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം രൂപീകരിച്ച സുന്ദർലാൽ ബഹുഗുണയും ചണ്ഡിപ്രസാദ് ഭട്ടുമാണെന്നുള്ള പറയണം. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? PSC ചോദിച്ചപ്പോൾ അവർ ഉത്തരം കൊടുത്ത് ഉത്തരാഖണ്ഡ് അല്ല ഉത്തരം കൊടുത്തത് ഉത്തർപ്രദേശ് എന്നാണ് ഉത്തരം കൊടുത്തത്. മനസ്സിലായില്ലേ? സുന്ദർലാൽ ബഹുഗുണ ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സുന്ദർലാൽ ബഹുഗുണ ജനിച്ചത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ തെഹരി എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്നത്? സുന്ദർലാൽ ബഹുഗുണ ജനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് കേട്ട് വെച്ചാൽ മതി. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നത് നമ്മളിവിടെ പറഞ്ഞു. ഏതാണ്? 1957 റൈറ്റ് ലവ്ലി പുരസ്കാരം ലഭിച്ചു അല്ലേ. ഈ റൈറ്റ് ലവ്ലി പുരസ്കാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതാണ്? സമാന്തര നോബൽ എന്നറിയപ്പെടുന്നതാണ് ഇത് റൈറ്റ് ലവ്ലി പുരസ്കാരം.
ഓക്കെ, അപ്പോൾ റൈറ്റ് ലൈവ്ലി പുരസ്കാരം എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് കൂട്ടുകാർക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളൂ. റൈറ്റ് ലൈവ്ലി പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കും, ചോദിക്കും. റൈറ്റ് ലൈവ്ലി പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഒരു ഉത്തരമേൽ ഏതാണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചേർത്ത് പറയുന്ന സമയത്ത് പറയുന്നു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുരസ്കാരമാണ് ഇത് റൈറ്റ് ലൈവ്ലി പുരസ്കാരം എന്ന് പറയുന്നു. റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരമാണ്. ഈ റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരത്തെ കുറിച്ച് നമ്മൾ പറയുന്നു ഏതാണ്? സമാന്തര നോബൽ എന്നറിയപ്പെടുന്നതാണ് ഇത് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് PSC ചോദിക്കും റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേള ഏതാണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരത്തിന് മറ്റൊരു പേരാണ് സമാന്തര നോബൽ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഇന്ത്യൻ സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. ഏതാണ്? ചിപ്കോ പ്രസ്ഥാനമല്ല. ഏതാണ്? സേവ. ഏതാണ്? സേവ എന്നറിയപ്പെടുന്ന പ്രസ്ഥാനത്തിനാണ് ഇത് ലഭിക്കുന്നത്. റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിക്കുന്നത് ഏതാണ്? സേവ. സേവ എന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയീസ് വുമൺ അസോസിയേഷൻ ആണ്. ഓക്കെ, സേവ എന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയീസ് വുമൺ അസോസിയേഷൻ എന്ന സേവ എന്ന സംഘടനയ്ക്കാണ് ഇത് ലഭിക്കുന്നത് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിക്കുന്നത്. മറന്നു പോകരുത്, റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ചിപ്കോ പ്രസ്ഥാനത്തിനല്ല. റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഘടന ഏതാണ്? സേവയാണ്. സേവ, മറന്നു പോകരുത്. റെഡിയല്ലേ? റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യത്തെ സംഘടന. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ നമുക്കിന്ന് കേരളത്തിലേക്ക് ഇറങ്ങുന്നതല്ല. കേരളത്തിലെ ആദ്യ സംഘടന ഏതാണ്? 1996 പുരസ്കാരം ലഭിക്കുന്ന ഏതാണ്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഓക്കെ, അപ്പോൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് 1996 റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിക്കുന്നത്. റെഡിയല്ലേ? ഇതൊന്നും മറന്നു പോരുത്, കയ്യിൽ വെക്കണം. എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിന് നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ഗോൾഡ് മാൻ പുരസ്കാരമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് നോബൽ എന്നറിയപ്പെടുന്ന ഏതല്ല? റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരമല്ല, സമാന്തര നോബൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളോട് ഒരിക്കൽ പോലും എന്ന് പറഞ്ഞിട്ടില്ല പരിസ്ഥിതി സംരക്ഷണത്തിന് നോബൽ എന്ന് എന്ത് പറഞ്ഞിട്ടില്ല. റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് സമാന്തര നോബൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിന് നോബൽ എന്നറിയപ്പെടുന്ന ഏതാണ്? ഗോൾഡ് മാൻ പുരസ്കാരമാണ്. എന്നാൽ ഗോൾഡ് മാൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ച ഒരു ഉത്തരമില്ല. ആരാണ്? മേധാ പട്കർ. ആരാണ്? മേധാ പട്കർ. അപ്പൊ നമ്മൾ പറയുന്നതാണ് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം അല്ലേ? റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം നമ്മൾ സമാന്തര നോബലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർ ശ്രദ്ധിക്കണം. ഈ റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ഏർപ്പെടുത്തിയത് 1980 ഏർപ്പെടുത്തിയത്. 80 ഏർപ്പെടുത്തിയെങ്കിൽ ചിപ്കോ പ്രസ്ഥാനത്ത് ലഭിച്ചത് ഏത് വർഷമാണ്? 1987 മറന്നു പോരുത്. റെഡി അല്ലേ? അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് കൂട്ടുകാരുടെ മനസ്സിൽ നിൽക്കില്ല. അതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് ഒന്ന് കിടക്കാം. ശ്രദ്ധിച്ചോളൂ. ഏതാണ് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം? ഇപ്പൊ ചോദിക്കുന്നു റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ പറഞ്ഞതാണ് റൈറ്റ് ലൈവ്ലിഹുഡിന്റെ മറ്റൊരു പേരെന്നാണ് സമാന്തര നോബൽ പുരസ്കാരം എന്നാണ് ഏർപ്പെടുത്തിയത്. എപ്പോഴാണ്? 1980 ഏർപ്പെടുത്തിയത്. പറയുന്നു 80 ഏർപ്പെടുത്തിയെങ്കിൽ 87 ഏത് ലഭിക്കുന്നത്? നമ്മുടെ ചിപ്കോ പ്രസ്ഥാനത്ത് ലഭിക്കുന്നത്. പിന്നെ പറഞ്ഞതാണ് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംഘടന ഏതാണ്? ഗുജറാത്തിലെ സേവ എന്ന സംഘടനയാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അഹമ്മദാബാദിലാണ്. പിന്നെ പറഞ്ഞതാണ് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനം ഇതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 1996. പിന്നെ പറയുന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് നോബൽ എന്നറിയപ്പെടുന്ന ഏതാണ്? ഗോൾഡ് മാൻ പുരസ്കാരമാണ്. ഈ ഗോൾഡ് മാൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? മേധാ പട്കറിനാണ്. മേധാ പട്കറിനെ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയാൽ നമുക്ക് പഠിക്കും. ഒന്നുകൂടി നമുക്ക് നോക്കാം. റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, മറന്നു പോരുത്. റൈറ്റ് ലൈവ്ലിഹുഡിന്റെ മറ്റൊരു പേരെന്നാണ് സമാന്തര നോബൽ പുരസ്കാരം എന്നാണ് ഏർപ്പെടുത്തിയത് 1980. റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംഘടന ഏതാണ്? സേവയാണ്. അറിയാതെ പോലും എന്ന് പറയരുത് ചിപ്കോ എന്ന് പറയരുത്, സേവയാണ്. ഗുജറാത്തിൽ അഹമ്മദാബാദിലാണ് സേവയുള്ളത്. റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനം ഏതാണ്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 1996. പരിസ്ഥിതി സംരക്ഷണത്തിന് നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഏതാണ്? ഗോൾഡ് മാൻ പുരസ്കാരമാണ്. ഇന്ത്യയിൽ ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? മേധാ പട്കറിനാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ സമയത്ത്
നമ്മളിതിനെ ഒരു പ്രീവിയസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രീവിയസ് വന്ന എങ്ങനെയാണ്? ഉത്തർപ്രദേശിൽ ആരംഭിച്ച് ഹിമാലയൻ പ്രദേശങ്ങളിൽ വ്യാപിച്ച ഇന്ത്യയിലെ വനസംരക്ഷണ പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ. ശ്രദ്ധിക്കണം, ഉത്തർപ്രദേശിൽ ആരംഭിച്ച് ഹിമാലയൻ പ്രദേശങ്ങളിൽ വ്യാപിച്ച ഇന്ത്യയിലെ വനസംരക്ഷണ പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ ആണ്. പിന്നെ പറഞ്ഞ 1973 കർഷകരും ഗ്രാമീണ ജനങ്ങളും ചേർന്ന് നടത്തിയ സമരം ഏതാണ്? ചിപ്കോ ആണ്. ഇതൊക്കെ പ്രീവിയസ് ആണ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്നാണ് ഇതെന്താ ഏതിലേക്ക് പോയത്? ഉത്തരാഖണ്ഡിലേക്ക് പോയത് കേട്ടോ. പിന്നെ പറഞ്ഞ ഏതാണ്? സുന്ദർലാൽ ബഹുഗുണ ജനിച്ചത് ഉത്തരാഖണ്ഡ് ജില്ലയിലെ തെഹരി എന്ന ഗ്രാമത്തിലാണ്. തെഹരി ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് സ്ഥലമാണ് ഇത് തെഹരി. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് കൂട്ടുകാർ ഓർത്ത് വെക്കുക. ഇതാണ് നമ്മൾ ചിപ്കോ പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞത്. വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിൽ കിടക്കാം. ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനം. ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഏതാണ്? തേക്ക് പ്ലാന്റേഷന് വേണ്ടി സാധാരണ മരങ്ങൾ വെട്ടുന്നതിനും അതിനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സംഘടനയാണ് ഇത് അപ്പിക്കോ എന്നറിയപ്പെടുന്ന സംഘടന. ശ്രദ്ധിക്കണം, തേക്ക് പ്ലാന്റേഷന് വേണ്ടിയുള്ള സാധാരണ മരങ്ങൾ വെട്ടുന്നതിനുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടതാണ് ഇത് അപ്പിക്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിന് ചുവട് പിടിച്ച് കർണാടക രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഇത് അപ്പിക്കോ പ്രസ്ഥാനം. കേട്ടില്ലേ? അപ്പൊ കർണാടകയിലെ സാധാരണ മരങ്ങൾ മുറിച്ചു മാറ്റാം. സാധാരണ മരങ്ങൾ മുറിച്ചു മാറ്റി അവിടെ എന്തുണ്ടാക്കുക? തേക്ക് പ്ലാന്റേഷൻ ഉണ്ടാക്കുക, തേക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ്. ഇപ്പൊ ആരാണ് തേക്ക് മരം വെച്ച് പിടിപ്പിക്കുന്നത്? സാധാരണക്കാരാണോ? കർഷകരാണോ? അല്ല, ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് സാധാരണ മരങ്ങൾ മുറിച്ചു മാറ്റി അവിടെ തേക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. ഇതിനെതിരെ പ്രതിഷേധമാണ് ഇത് അപ്പിക്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിന് ചുവട് പിടിച്ച് കർണാടക രൂപം കൊണ്ടതാണ് ഇത് അപ്പിക്കോ പ്രസ്ഥാനം. 1983 സെപ്റ്റംബർ 8 പാണ്ഡുരംഗ ഹെഗ്ഡെ എന്ന വ്യക്തിയാണ് എന്ത് രൂപീകരിക്കുന്നത്? അപ്പിക്കോ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. കേട്ടില്ലേ? അപ്പിക്കോ എന്ന വാക്കിനർത്ഥം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആലിംഗനം ചെയ്യുക എന്നതാണ്. ഉത്തര കർണാടക ജില്ലയിലെ ഹുബ്ലി ഗസ്സെ എന്ന ജില്ലയിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് ആരംഭിക്കുന്നത്. കേട്ടില്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. നമുക്ക് കിടക്കാം, ശ്രദ്ധിച്ചാൽ മതി. തേക്ക് പ്ലാന്റേഷന് വേണ്ടിയുള്ള സാധാരണ മരങ്ങൾ വെട്ടുന്നതിനുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് സംഘടന രൂപം കൊണ്ടത്. പറഞ്ഞു, ചിപ്കോ പ്രസ്ഥാനത്തിന് ചുവട് പിടിച്ചുകൊണ്ട് കർണാടക രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഇത് അപ്പിക്കോ പ്രസ്ഥാനം. ഇതൊക്കെ വളരെ ലൈറ്റായിട്ട് പഠിച്ചെടുക്കുന്ന സാധനമല്ലോ കേട്ടോ. 1983 സെപ്റ്റംബർ 8 പാണ്ഡുരംഗ ഹെഗ്ഡെയാണ് ഇത് രൂപം നൽകിയത്. ഈ പാണ്ഡു എന്നത് ഈ ഢായ അല്ല കേട്ടോ, ഢായ എന്നാണ് കേട്ടോ. ഇത് ടൈപ്പിങ്ങിന്റെ പ്രശ്നമാണ്. പാണ്ഡുരംഗ ഹെഗ്ഡെയാണ് ഇത് രൂപം നൽകിയത്. അപ്പിക്കോ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാണ്? പാണ്ഡുരംഗ ഹെഗ്ഡെയാണ്. അപ്പിക്കോ എന്ന കന്നഡ വാക്കിനർത്ഥം എന്താണ്? ആലിംഗനം ചെയ്യുക എന്നതാണ് വാക്കിനർത്ഥം. കേട്ടില്ലേ? ഉത്തര കർണാടക ജില്ലയിലെ ഹുബ്ലി ഗസ്സെ എന്ന ജില്ലയിലാണിത് രൂപീകരിക്കുന്നത്. റെഡിയല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാരെന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്ത് കിടക്കാം. അടുത്ത ഭാഗത്ത് കിടക്കുന്ന സമയത്ത് ഏതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സമയത്ത് ഇത് വളരെ സിമ്പിളായ ഒരു സാധനമാണ്. നർമ്മദ നദിക്ക് കുറുകെ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിലൂടെ ഈ പദ്ധതി പ്രദേശത്തെ ആദിവാസികളും കർഷകരും വൻതോതിൽ കുടിയൊഴിപ്പിക്കുന്നത്. അതുമൂലം ഉണ്ടാവുന്ന പരിസ്ഥിതി വിനാശത്തിനെതിരെയും രൂപം കൊണ്ട ഒരു സർക്കാർ ഇതര സംഘടനയാണ് ഇത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നമ്മൾ നേരത്തെ ഒരാൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? മേധാ പട്കർ. ആ മേധാ പട്കർ നമ്മൾ ഇവിടെയാ കൊണ്ടുവരേണ്ടത്. കേട്ടില്ലേ? ഗുജറാത്തിലെ നർമ്മദ നദിയിലെ സർദാർ സരോവർ ഡാമിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഇത് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നറിയപ്പെടുന്നത്. നമ്മളവിടെ പറയുന്നു നർമ്മദ നദിക്ക് കുറുകെ ഡാം നിർമ്മിക്കുക. ഈ നർമ്മദ നദിക്ക് കുറുകെ നിർമ്മിച്ച ഡാം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളത് ഏതിനാണ്? നർമ്മദ നദിയിലാണ്. ഒരു മേജർ ഡാം, നർമ്മദ നദിയിലെ മേജർ ഡാം എന്ന് പറഞ്ഞാൽ 30 മേജർ ഡാമുകളുണ്ട്. മീഡിയം ഡാമുകൾ ഏകദേശം 135ഓളം മീഡിയം ഡാമുകൾ തന്നെയുണ്ട്. 30ഓളം മേജർ ഡാമുകളും 135ഓളം മീഡിയം ഡാമുകളും ഇത് തന്നെ കൂട്ടി നോക്കുന്ന സമയത്ത് 165 ഡാമുകളായി. പിന്നീട് ഇടത്തരം ഡാമുകളായിട്ട് വേറെ ഡാമുകൾ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള നർമ്മദ നദിക്ക് കുറുകെ, അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള നദി ഏതാന്ന് വെച്ചാൽ ഏതാണ്? നർമ്മദ നദിയാണ്. അപ്പോൾ
ഗുജറാത്തിലെ നർമ്മദ നദിയിലെ സർദാർ സരോവർ എന്ന ഡാമിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഇത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, 30 മേജർ അണക്കെട്ടുകൾ, 135 എന്താ പറയുക സാധാരണ രീതിയിൽ അണക്കെട്ടുകൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ അണക്കെട്ടുകൾ നിർമ്മിക്കലോടുകൂടി എന്താ സംഭവിക്കുന്നത്? പരിസ്ഥിതി നാശത്തിന് കാരണമാവുന്നു. അവിടെയുള്ള ആളുകളൊക്കെ എന്തെങ്കിലും കുടിയൊഴിപ്പിക്കപ്പെടുന്നു. ഇതിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നർമ്മദ ബച്ചാവൻ ആന്തോളൻ എന്ന സംഘടന വരുന്നത്. ഇനി അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ 1985 മേധാ പട്കറുടെ നേതൃത്വത്തിലാണ് പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ഓക്കെ, ഗുജറാത്തിലെ നർമ്മദ നദിയിലെ സർദാർ സരോവർ എന്ന ഡാമിനെതിരെയാണ് ഈ പ്രക്ഷോഭം നടന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? മേധാ പട്കറാണ് ഇത് നേതൃത്വം നൽകിയത്. 1985 മേധാ പട്കറുടെ നേതൃത്വത്തിലാണ് ഈ സംഘടന രൂപീകരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി നമ്മളിവിടെ പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഏതാണ്? ഗോഡ്മാൻ പുരസ്കാരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി ലഭിച്ചതാർക്കാണ്? മേധാ പട്കറിനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇടയില്ലേ ഒന്നുകൂടെ വൃത്തിയിൽ ഒന്നുകൂടെ നമുക്ക് സംസാരിക്കാം. ഇടയില്ലേ കുറച്ച് സ്പീഡിൽ അങ്ങ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഭാഗമാണ്, കുറച്ച് നേരം കൊണ്ട് നമുക്ക് തീർക്കാം എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു നർമ്മദ നദിക്ക് കുറുകെ എന്നുള്ള ആ ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ. നമുക്ക് ചോദ്യോത്തരത്തേക്ക് നമുക്ക് കടന്നു വരാം. ഗുജറാത്തിലെ നർമ്മദ നദിയിലെ സർദാർ സരോവർ എന്ന ഡാമിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഇത് നർമ്മദ ബച്ചാവൻ ആന്തോളൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ ഏതിലാണ്? നർമ്മദ നദിയിലാണ്. നമ്മൾ 3 മേജർ ഡാമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, 135 മറ്റ് ഡാമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ടോട്ടൽ 165 ഡാമുകൾ നമ്മളിവിടെ പരാമർശിച്ചു. മറ്റ് ഇടത്തരം ഡാമുകൾ വേറെ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇടയില്ലേ ഇവിടെ പറയുന്നു 1985 മേധാ പട്കറുടെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത്. പരിസ്ഥിതി സംരക്ഷണത്തിന് നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഗോഡ്മാൻ പുരസ്കാരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ലഭിച്ചതാർക്കാണ്? മേധാ പട്കറിനാണ്. ഇത്രയും ഭാഗം റെഡിയാണെങ്കിൽ നമ്മൾ കടക്കുന്നു അടുത്ത ഭാഗത്തേക്ക്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഏതാണ്? ജംഗിൾ ബച്ചാവോ ആന്തോളൻ. അപ്പൊ ജംഗിൾ ബച്ചാവൻ ആന്തോളനിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു വനങ്ങളിലെ സാധാരണ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു. വനങ്ങളിലെ സാധാരണ മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ട് വില കൂടിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെതിരെ ബീഹാർ നടന്ന സമരമാണ് ഇത് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, അപ്പോൾ ജംഗിൾ എന്ന് പറഞ്ഞാൽ കാടാണ്. അപ്പോൾ വനങ്ങളിലെ സാധാരണ മരങ്ങൾ മുറിച്ചു മാറ്റാം, പകരം ആടെ എന്ത് ചെയ്യുന്നു? വില കൂടിയ മരങ്ങൾ വെച്ച് പിടിക്കുക. വില കൂടിയ മരങ്ങൾ പ്രധാനമായും തേക്ക് തന്നെയാണ്. വില കൂടിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെതിരെ ബീഹാർ നടന്ന സമരമാണ് ഇത് ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്നറിയപ്പെട്ട സമരം. 1980 ബീഹാറിൽ ഈ സമരം ആരംഭിക്കുന്നത്. 1980 ബീഹാറിൽ സമരം ആരംഭിക്കുന്നത്. ബീഹാറിലെ സിഗ്മന്ത് എന്ന് പറയുന്ന സമയത്ത് സിഗ്ബം എന്ന് പറയും. സിഗ്ബം എന്നും കൂടി ഈ സ്ഥലത്തിന് പറയും. സിഗ്മന്ത് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്, ജില്ലയാണ് ഇത്. സിഗ്ബം എന്ന് പറയും. ഈ ജില്ല ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ജാർഖണ്ഡിലാണ്. ഓക്കെ, ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം പ്രധാനമായും ഇത്തരം സമരത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ ആദിവാസികളാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ആദിവാസികൾ, കാരണം കാട് അവരുടെ സ്വത്താണ്, ആദിവാസി സ്വത്താണ് കാട്. അപ്പൊ കാടിന് ക്ഷതമേൽക്കുക എന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അതിനെതിരെ ആദിവാസികളാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ തടിച്ചുകൂടുന്നത്. അപ്പൊ നമുക്ക് വളരെ ചെറിയ 3 പോയിന്റ് പഠിക്കാനുള്ള 3 പോയിന്റ് നമുക്ക് നോക്കാം. ഏതാണ്? വനങ്ങളിലെ സാധാരണ മരങ്ങൾ വെട്ടി നശിപ്പിച്ച് വില കൂടിയ തേക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെതിരെ ബീഹാർ നടന്ന സമരം. അപ്പൊ ഇതൊക്കെ ആരാ ചെയ്യുന്നത്? സാധാരണക്കാരാണോ? നമ്മൾ ഈ പറഞ്ഞ ജാർഖണ്ഡിലെ ആദിവാസികളാണോ? അല്ല, ഇതൊക്കെ നടന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് മറ്റ് മേഖലയിലൂടെ വരുമാനം കണ്ടെത്തിയ ലക്ഷ്യത്തോടു കൂടിയാണ് മരങ്ങൾ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ വില കൂടിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ വനങ്ങളിലെ സാധാരണ മരങ്ങൾ വെട്ടി നശിപ്പിച്ച് വില കൂടിയ തേക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെതിരെ ബീഹാർ നടന്ന സമരം. പിന്നെ നമ്മൾ പറയുന്നത് ഏതാണ്? 1980 സമരം നടക്കുന്നത് ബീഹാറിൽ. പിന്നെ പറയുന്നു ബീഹാറിലെ സിഗ്ബം എന്നറിയപ്പെടുന്ന ജില്ലയിലെ ആദിവാസികളാണ്. നമ്മൾ പറഞ്ഞു ഏതാണ്? ഇന്നത്തെ ജാർഖണ്ഡിലാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ പറയുന്നു ആദിവാസികളെ സമരം നേതൃത്വം നൽകിയെന്നും പറയുന്നു അല്ലേ. അപ്പോൾ ദിത്രികൾ ഒരിക്കൽ കൂടെ പറയാം. ഏതാണ്? ഇപ്പോൾ 1980 ബീഹാറിലാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ രൂപീകരിക്കുന്നത്. അപ്പോൾ അവിടെ ബീഹാറിലെ സിഗ്മന്ത് ജില്ലയിലാണ് എന്ത് രൂപീകരിക്കുന്നത്? ആദിവാസികളാണ് നേതൃത്വം നൽകുന്നത്. ഓക്കെ, എന്നാൽ നമുക്കിത് പറയാം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ഏതാണ്? ഹിമാലയൻ താഴ്വരയിലെ വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി വനിതകൾ സ്ഥാപിച്ച സംഘടനയാണ് ഇത് മൈത്രി എന്ന സംഘടന. ഇതൊക്കെ നമ്മൾ പരിസ്ഥിതി പ്രസ്ഥാനം പറയുന്ന സമയത്ത് അതിന് കൂടെ അങ്ങ് പറഞ്ഞു പോവുകയാണ്.
മനസ്സിലായി? നമുക്കൊരു മാർക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് കൂടെ പറഞ്ഞു പോകുന്നു. ഹിമാലയൻ താഴ്വരയിലെ വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി വനിതകൾ സ്ഥാപിച്ച സംഘടനയാണ് ഏത്? മൈത്രി എന്ന സംഘടന. ഈ മൈത്രി എന്ന സംഘടന നേതൃത്വം നൽകിയത് ആരാണ്? ഗൗരി ദേവിയാണ് നേതൃത്വം നൽകിയത്. ഗൗരി ദേവിയാണ് നേതൃത്വം നൽകിയെന്ന് പറയുന്ന സമയത്ത് സംഘടനയുടെ വനിതകൾ അറിയപ്പെടുന്ന പേരെന്താണ്? മൈത്രി ഗേൾ എന്ന പേരിലാണ് സംഘടന വനിതകൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഹിമാലയൻ താഴ്വരയിലെ വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി വനിതകൾ രൂപീകരിച്ച സംഘടനയാണ് ഇത് മൈത്രി. ഈ മൈത്രി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ്? ഗൗരി ദേവിയാണ് രൂപം നൽകിയത്. എന്നാൽ സംഘടന വനിതകൾ അറിയപ്പെടുന്ന പേരെന്താണ്? മൈത്രി ഗേൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ മറക്കണ്ട, മൈത്രി എന്ന സംഘടനയെ കുറിച്ച് പറയുന്ന സമയത്ത് ഹിമാലയൻ താഴ്വരയിലെ വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരാ രൂപീകരിക്കുന്നത്? വനിതകളാണ് രൂപീകരിക്കുന്നത്. ഇത് രൂപീകരിച്ച വനിതയുടെ പേരെന്താണ്? ഗൗരി ദേവിയാണ് രൂപീകരിച്ചത്. ഇതിന് നേതൃത്വം നൽകാൻ വനിതകൾ അറിയപ്പെടുന്ന പേരെന്താണ്? മൈത്രി ഗേൾ. ഇവര് കുറെ ആപ്തവാക്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുന്നോട്ട് വെച്ച ആപ്തവാക്യം എന്താണ്? ഹിമാലയം വരുമാനം ഉണ്ടാക്കാനുള്ളതല്ല, അത് വെള്ളത്തിനുള്ളതാണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ഈ മൈത്രി എന്ന സംഘടനയാണ് പറഞ്ഞത്. ഹിമാലയം ഹിമാലയം വരുമാനം ഉണ്ടാക്കുന്നത് അത് എന്തിനുള്ളതാണ്? വെള്ളത്തിനുള്ളതാണ് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? വികസനവും പരിസ്ഥിതിയും തമ്മിലല്ല, മറിച്ച് നശീകരണവും അതിജീവനവും തമ്മിലാണ് പോരാട്ടം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ളതല്ല. വികസനം എന്തായാലും വേണം, നിർബന്ധമാണ്. അപ്പോൾ വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ളതല്ല, മറിച്ച് നശീകരണവും അതിജീവനവും തമ്മിലുള്ള പോരാട്ടമാണ് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. ഹിമാലയം വരുമാനം ഉണ്ടാക്കാനുള്ളതല്ല, പകരം അത് എന്തിനുള്ളതാണ്? വെള്ളത്തിനുള്ളതാണെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞിരിക്കുന്നതാണ് വികസനവും പരിസ്ഥിതിയും തമ്മിലല്ല, മറിച്ച് നശീകരണവും അതിജീവനവും തമ്മിലാണെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ പറഞ്ഞു വരാൻ പോകുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അവർ ഗവൺമെന്റ് പറയാണ് വരാൻ പോകുന്ന 15 വർഷത്തേക്ക് ഇനി മരങ്ങൾ വെട്ടരുത് എന്നൊരു ഉത്തരവ് ആരിറക്കുകയാണ്? ഗവൺമെന്റ് ഇറക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഏതാണ് സംഘടന? വനിതകൾ മൈത്രി ഗേൾ എന്നറിയപ്പെടുന്നു. പറഞ്ഞിരിക്കുന്നതാണ് ഹിമാലയം വരുമാനം ഉണ്ടാക്കാനുള്ളതല്ല, അത് വെള്ളത്തിനുള്ളതാണെന്ന് മനസ്സിലാക്കണം എന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ പറഞ്ഞു വികസനവും പരിസ്ഥിതിയും തമ്മിലല്ല, മറിച്ച് നശീകരണവും അതിജീവനവും തമ്മിലുള്ള പോരാട്ടമാണ് പ്രശ്നം എന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് വരാൻ പോകുന്ന 15 വർഷത്തേക്ക് മരങ്ങൾ വെട്ടരുതെന്ന് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി നമുക്കെന്ന് പറയാം. ഹിമാലയൻ താഴ്വരയിലെ വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി വനിതകൾ സ്ഥാപിച്ച സംഘടനയാണ് ഇത് മൈത്രി എന്ന സംഘടന. നേതൃത്വം നൽകിയത് ആരാണ്? ഗൗരി ദേവിയാണ് നേതൃത്വം നൽകിയത്. സംഘടനയുടെ വനിതകൾ അറിയപ്പെടുന്നത് മൈത്രി ഗേൾ എന്നാണ്. ഹിമാലയം വരുമാനം ഉണ്ടാക്കാനുള്ളതല്ല, മറിച്ച് അത് വെള്ളത്തിനുള്ളതാണെന്ന് മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. വികസനവും പരിസ്ഥിതിയും തമ്മിലല്ല, മറിച്ച് നശീകരണവും അതിജീവനവും തമ്മിലുള്ള പോരാട്ടമാണ് പ്രശ്നം എന്നാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ പറയുന്നു വരാൻ പോകുന്ന 15 വർഷത്തെ മരങ്ങൾ വെട്ടരുതെന്ന് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ മറക്കണ്ട, മൈത്രി എന്ന സംഘടനയുടെ പേര്, ഗൗരി ദേവി എന്ന വ്യക്തിയുടെ പേര് മറക്കരുത്. ഇനി നമ്മൾ പറയുന്ന മറ്റു ചില പോയിന്റുകളാണ്. തെഹരി ഡാമിലെ ഭഗീരഥി നദിയുടെ തീരത്ത് ഉപവാസ സമരം നടത്തിയ വ്യക്തിയാണ് ആര്? സുന്ദർലാൽ ബഹുഗുണ. ഓക്കെ, ഇപ്പൊ തെഹരി ഡാമിനെതിരെ ഭഗീരഥി നദിയുടെ തീരത്ത് ഉപവാസ സമരം നടത്തിയ വ്യക്തിയാണ് ആര്? സുന്ദർലാൽ ബഹുഗുണ. എന്നാൽ മറ്റൊരു പോയിന്റ് നമുക്ക് പറയുന്ന സമയത്ത് സിംഗിൾ പോയിന്റുകളേ ഉള്ളൂ കേട്ടോ. പരമ്പരാഗത വിത്തങ്ങളെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് ഏത്? നവധാന്യം പദ്ധതി. ഈ നവധാനം പദ്ധതിക്ക് രൂപം നൽകിയത് വന്ദന ശിവയാണ്. രൂപം നൽകിയ സ്ഥലം ഏതാണ്? കർണാടകയിലാണ്. ഈ 3 പോയിന്റുകൾ കൂടെ നമുക്കൊന്ന് നോക്കാം. ഏതാണ്? ശ്രദ്ധിച്ചോളൂ. തെഹരി ഡാമിനെതിരെ ഭാഗീരഥി നദിയുടെ തീരത്ത് ഉപവാസ സമരം നടത്തിയ വ്യക്തിയാണ് ആര്? സുന്ദർലാൽ ബഹുഗുണ. ഇതൊരു പോയിന്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇപ്പോൾ തെഹരി ഡാം എവിടെയാണ്? ഭാഗീരഥി നദിയിലാണ്. അപ്പോൾ തെഹരി ഡാമിനെതിരെ ഭാഗീരഥി നദിയുടെ തീരത്ത് ഉപവാസ സമരം നടത്തിയ വ്യക്തിയാണ് ആര്? സുന്ദർലാൽ ബഹുഗുണ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. പിന്നെ പറഞ്ഞു പരമ്പരാഗത വിത്തകളെ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണ് ഇത് നവധാന്യ പദ്ധതി. 1987 കർണാടകയിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് രൂപീകരിക്കുന്നത്. അപ്പോൾ നവധാനം പദ്ധതി രൂപം നൽകിയത് എവിടെയാണ്? കർണാടകയിലാണ്. 1987 വന്ദന ശിവയാണ് ഇതിന് രൂപം നൽകിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ എന്നൊരു മേഖലയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനം എന്നൊരു മേഖല നമ്മൾ പറയുന്ന സമയത്ത് കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കേരളത്തിലേക്ക് കടന്നിട്ടില്ല.
കേരളത്തിൽ നമുക്ക് സൈലന്റ് വാലിയൊക്കെ പറയാനുണ്ട്. ഇപ്പൊ കേരളത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. നമ്മളിത് ചെറിയൊരു ഭാഗമാക്കിയിട്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ചോദിക്കും കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കും. അത് നമുക്ക് സെപ്പറേറ്റ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം പറയാം. കേരളത്തിന്റെ ഭാഗം മാത്രം നമുക്ക് എന്ത് ചെയ്യാം വേർതിരിച്ചതിന് നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ എന്നൊരു ഭാഗത്തിന് ചെറിയൊരു ഭാഗം നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം പോയിന്റുകൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് പരത്തി പഠിക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി. പരത്തി ചോദ്യങ്ങളും വരികയില്ല. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ മാത്രം പഠിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കുക, എഴുതി വെക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നല്ല ലൈക്കും കമൻറ്റും ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.